ആ വീഡിയോയിൽ ഒരു ഡയലോഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് എൻ്റെ പ്രേമം കേരളത്തിലെ കൊച്ചുകുട്ടികൾക്ക് വരെ അറിയാം. അപ്പോൾ പ്രേമം തിയേറ്ററിൽ കൊച്ചുകുട്ടികളായിരുന്ന് കണ്ട കുട്ടികളാണ് ഇപ്പം എൻ്റെ മുമ്പിൽ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ സെൻറ്ററാസിലെ എൻ്റെ അനുജത്തിമാർക്കും ടീച്ചേഴ്സിനും മാനേജ്മെൻറ്റിനും നമസ്കാരം. പാർട്ടിസിപ്പേഷൻ ഈസ് എ ബിഗ്ഗസ്റ്റ് ആർട്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ അന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഞാൻ തീരുമാനിച്ചത് കൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത്. ഇത്രയും വീഡിയോസ് എനിക്ക് കാണാൻ പറ്റുന്നത്, ഈ ട്രിബ്യൂട്ട് എനിക്ക് കാണാൻ പറ്റുന്നത്, നിങ്ങളുടെ സ്നേഹം എനിക്ക് ലഭിക്കുന്നത്, എൻ്റെ പുതിയ സിനിമയെ ബെത്ലഹേം കുടുംബ യൂണിറ്റിൻ്റെ ഭാഗമായി വരാൻ പറ്റുന്നതെല്ലാം അന്ന് ഒരു ദിവസം ഞാൻ എടുത്ത ഡിസിഷനാണ് ടു പാർട്ടിസിപ്പേറ്റ്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ പല പല സിറ്റുവേഷൻസ് വരും, പല സെൽഫ് ഡൗട്ട്സ് വരും. നമുക്കൊരു ഫിയർ ഓഫ് ഫെയിലിയർ എപ്പോഴുണ്ടാവും. ഞാൻ പങ്കെടുത്താൽ ഇത് എന്നെ കളിയാക്കോ, എന്നെ എല്ലാവരും കൂടി ട്രോളോ, ഇങ്ങനെ പല സെൽഫ് ഡൗട്ട് വരുമ്പോഴും നിങ്ങൾ എടുക്കേണ്ട ഒറ്റ തീരുമാനമുള്ളൂ, പാർട്ടിസിപ്പേറ്റ്. അതുപോലെ തന്നെ ഇതൊരു വുമൻസ് കോളേജാണ്. അപ്പം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്, എപ്പോഴും അറിഞ്ഞോ അറിയാതെയോ ഭയങ്കര റെസ്ട്രിക്ഷൻസ് ഫേസ് ചെയ്യുന്നവരാണ് നിങ്ങൾ. അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അവിടെ പോകാൻ പാടില്ല, ഇവിടെ പോകാൻ പാടില്ല, ഈ ഡ്രസ്സ് ഇടാൻ പാടില്ല, നേരത്തെ വീട്ടിൽ കയറണം. ഇങ്ങനെ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ വീടുകളിൽ നിന്നും കോളേജുകളിൽ നിന്നും നമ്മൾ താമസിക്കുന്ന ഹോസ്റ്റൽ വാർഡൻ, അങ്ങനെ പലരിൽ നിന്നും നമുക്കൊരു എപ്പോഴും ഒരു റെസ്ട്രിക്ഷൻസ് ഫേസ് ചെയ്യാറില്ല. അപ്പോഴൊക്കെ നിങ്ങൾക്ക് തോന്നാം, അയ്യോ ഇത് എന്നെ കൊണ്ട് പറ്റുന്നതാണോ, ഞാൻ എപ്പോഴും എൻ്റെ അടുത്ത് എല്ലാവരും ഇങ്ങനെയാണല്ലോ സംസാരിക്കുന്നതെന്ന് തോന്നാം. പക്ഷേ ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് പറയട്ടെ, എൻ്റെ മനസ്സിൽ നിന്ന് പറയട്ടെ, നിങ്ങൾക്ക് ഓടിയെത്താൻ പറ്റാത്തൊരു അകലവുമില്ല, നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റാത്തൊരു ഉയരവുമില്ല, ചാടിക്കടക്കാൻ പറ്റാത്തൊരു ഹേർഡിൽസും ഇല്ല. അപ്പം നിങ്ങൾ നിങ്ങളുടെ ലൈഫ് എൻജോയ് ചെയ്യുക, സമാധാനത്തിന് വേണ്ടി വർക്ക് ചെയ്യുക, നിങ്ങളുടെ ആഗ്രഹത്തിനും സ്വപ്നത്തിനും വേണ്ടി വർക്ക് ചെയ്യുക. ആരും ഒന്നും നിങ്ങളെ ചെയ്യാൻ പോകുന്നില്ല. ധൈര്യത്തോടെ മുമ്പോട്ട് പോകുക.